ഫിഷിങ്ങിന് പോണതൊക്കെ കൊള്ളാം, മീനും കൊണ്ടല്ലാണ്ട് വീട്ടിലേക്ക് വരണ്ടാട്ടാ. കൊമ്പൻ സ്രാവായാലും കുഴപ്പമില്ല, മീനെ കൊണ്ട് ഒരു പൊടി നത്തോലിനെങ്കിലും കൊണ്ട് വീട്ടിലേക്ക് വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹലോ ഗൈസ്, എൻ്റെ ഹസ്ബൻഡും ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് 33 പേര് കൂടിയിട്ട് പോയിന്റ് ലോമ എന്ന് പറയുന്ന ബീച്ചിൽ സാന്റിയാഗോയിലേക്ക് മീൻ പിടിക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ മീൻ പിടിക്കാനുള്ള ഇരേനെ അവർ ബോട്ടിലേക്ക് മാറ്റുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ചാളേനെയാണ് അവർ മെയിനായിട്ട് ഇര പിടിക്കാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ ബാക്കിയുള്ള ചാളേനെ നമുക്ക് തന്നു വിടുകയും ചെയ്യും തിരിച്ചു പോരാനായിട്ട്. അപ്പോൾ ഈ ബോട്ട് റെൻ്റ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് $350 ചിലവുണ്ട് ഈ ബോട്ട് റെൻ്റ് ചെയ്യുന്നതിനും. അവർ ചൂണ്ടയും നമുക്ക് റെൻ്റ് തരും. അപ്പോൾ അതിനൊക്കെ കൂടെ നമ്മൾ ആ പൈസ പേ ചെയ്യുന്നുണ്ട്. പിന്നെ ഭക്ഷണം വേണമെങ്കിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ അവിടെ നിന്ന് മേടിച്ച് കഴിക്കാം. ഇപ്പോൾ ഈ കാണുന്നത് സീ ബാസ് എന്ന് പറയുന്ന മീനാണ് കേട്ടോ. ആദ്യം അവർ ഡീപ്പ് സീയിലേക്കാണ് പോയത്. അവിടെ ട്യൂണേനെ ഹണ്ട് ചെയ്യാൻ നോക്കി. കുറച്ച് പേർക്ക് ട്യൂണേനെ കിട്ടി, കുറച്ച് പേർക്ക് കിട്ടിയില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നൊക്കെ ട്യൂണ വഴുതിപ്പോയി. വലിയ ട്യൂണയായിരുന്നു. അപ്പോൾ ട്യൂണ കിട്ടിയവരുടെയൊക്കെ വെച്ച് അവർ ഫോട്ടോഷൂട്ട് നടത്തിയതാണ് നിങ്ങൾ കണ്ട ഫോട്ടോസ്. അപ്പോൾ തകൃതിയായി മീൻപിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. സീബാസ്, അയില അതൊക്കെയാണ് ഈ ഏരിയയിൽ നിന്ന് അവർക്ക് കിട്ടിയത്. ബോട്ടിൽ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പോകുമ്പോഴുള്ള ഒരു ഉപകാരം എന്താണെന്ന് വിചാരിച്ചാൽ, കുറച്ച് പേര് എന്തായാലും സിക്കാവുമല്ലോ. ഗുളിയൊക്കെ കഴിച്ചിട്ടാണ് എല്ലാവരും ബോട്ടിൽ കയറിയെങ്കിലും പലർക്കും ഈ സിക്നെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ഛർദ്ദിച്ച് അവശതയിൽ കിടക്കുന്നവരുണ്ടാവും. അപ്പോൾ പലർക്കും പല എമൗണ്ട് മീൻ കിട്ടുമല്ലോ. അപ്പോൾ കുറേ കിട്ടിയാൽ നമുക്ക് കിട്ടിയ അത്രയ്ക്കും വീട്ടിൽ കൊണ്ടുപോകാനൊന്നും അവർ സമ്മതിക്കില്ല. ഒരാൾക്ക് 4 സീബാസിനെയും 3 അയിലേനെയാണ് അവർ കൊടുക്കുള്ളൂ. അപ്പോൾ മീൻ പിടിക്കാൻ ഇറങ്ങാൻ പറ്റാതെ അകത്തിരുന്ന് ഛർദ്ദിച്ച് അവശതയായി കിടക്കുന്നവർക്കൊക്കെ ഈ മീനിൽ നിന്ന് ഒരു ഷെയർ കിട്ടും. അതാണ് ഇങ്ങനെ ഗ്രൂപ്പായി പോകുമ്പോഴുള്ളൊരു ഉപകാരം. അപ്പോൾ ബാക്കി വരുന്ന എല്ലാവർക്കും പിടിച്ചവർക്കൊക്കെ 4ഉം 3ഉം വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന മീനുകളെ ഈ അകത്ത് ഇരുന്നവർക്ക്, ഛർദ്ദിച്ച് വയ്യാതായവർക്ക് അവർ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ബോട്ടിൻ്റെ കാര്യം കേട്ടോ. നമ്മുടെ നാട്ടിലിങ്ങനെ സാധാരണ ആളുകൾക്ക് മീൻ പിടിക്കാൻ പോകാനുള്ള അവസരം ഉണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഇവിടെ എങ്ങനെയുണ്ട്, നമ്മൾ ഗ്രൂപ്പായിട്ട് ഇപ്പോൾ ഇവർ 33 പേരാണ് പോയിരിക്കുന്നത്. മാക്സിമം ഞങ്ങളുടെ ചർച്ചിൽ നിന്നുള്ള ആളുകളായിരുന്നു കേട്ടോ എല്ലാവരും. പിന്നെ മീൻ പിടിക്കുന്നത് ഭയങ്കര ഫണ്ണായിട്ടാണ് അവർ പോയത്. വൈകുന്നേരം എത്തി അവർ സാന്റിയാഗോയിൽ. അവിടെ രാത്രി മുഴുവൻ അവർ ബോട്ടിലാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ രാത്രിയാണെന്ന് തോന്നുന്നു അവർ ഡീപ്പ് സീ ഫിഷിങ്ങിൽ, രാത്രി ആവുന്നതിന് മുന്നേ അവർ ഡീപ്പ് സീ ഫിഷിങ്ങിന് ചെയ്തു. അത് കഴിഞ്ഞ് രാത്രി ആയപ്പോൾ അവരൊക്കെ റെസ്റ്റ് ചെയ്തു. രാവിലെ ആയപ്പോഴാണ് ഈ സീബാസിനെയും അയലേനെയൊക്കെ പിടിക്കുന്ന സ്ഥലത്തേക്ക് പോയത്. അപ്പോൾ വെള്ളിയാഴ്ച ഒരു 12 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് പോയിട്ട് ശനിയാഴ്ച രാത്രി 11 മണിക്കാണ് വീട്ടിലെത്തുന്നത്. മീൻ പിടിക്കാൻ പോയ ആൾക്കാർ തിരിച്ചു വരുന്നു കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ നിന്ന് 2.5-3 മണിക്കൂറാണ് ഈ ബീച്ചിലോട്ടുള്ളത് കേട്ടോ. ഇനി മീൻ പിടിക്കാൻ പോയി വന്നവരുടെ കഥകൾ കേൾക്കാം നമുക്ക്. എവിടെ മീൻ പിടിക്കാൻ പോയ എൻ്റെ അരയ വന്നിട്ട് ഈ പാത്രത്തിൽ നിറച്ച് മീൻ കിട്ടുമെന്ന് നോക്കട്ടെ. അമേരിക്കൻ അരയത്തി ആയതുകൊണ്ട് ഈ വിഷം മതി. എന്നിട്ട് കൊണ്ടുവരായിരുന്നു മീൻ പിടിക്കാനുള്ള തത്രപ്പാടില് വെയിൽ കൊണ്ട് മുടി കഴിക്കും. പ്രാർത്ഥന ഒന്നുമില്ല, കുറച്ചുകൂടി പ്രാർത്ഥന ഉണ്ടായിരുന്നു. I saw Bob Wilk's picture with the 2 fish. He's like, കരയിലിരുന്ന് അരയത്തി പ്രാർത്ഥിച്ചില്ല. നോക്കട്ടെ മീൻ ഏറ്റവും വലിയ മീൻ കിട്ടിയതാ. പക്ഷെ അത് കൊമ്പൻ സ്രാവായിരുന്നു. വലിയ ടൂണ നമ്മളായിട്ട് പറയുന്നില്ല. I may have to go. ഓക്കെ, വേഗം മീൻ എടുത്ത് നോക്കട്ടെ. പിന്നെ ഇറങ്ങാറായില്ലേ?
എൻ്റെ പതിനഞ്ച്. ഓ നിന്റെ പേരുണ്ടോ ഒരു മീനിന് ചട്ടിക്കെട്ട് കൊടുക്കുന്ന വെടിയെടുക്കാൻ വേണ്ടി പിടിക്കാൻ. അതവിടെ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ വീഡിയോക്ക് ശരിക്കും എടുത്തില്ലേ അവിടെ ചെയ്തിട്ടില്ല. അഞ്ച് പിടിക്ക്. ചട്ടിക്ക് പക്ഷേ ക്ലാസ് ബാഗ് വെച്ചില്ലേ? ബാഗ് എടുത്തോളാം. ഞങ്ങള് ബോബിയോട് പറഞ്ഞിട്ട് മീൻ കട്ട് ചെയ്യണതിന്റെ വീഡിയോ എടുത്തോളാൻ പറഞ്ഞിട്ട് ഇതിലൊക്കെ നമുക്ക് ബാഗ് ചെയ്താണ്ട് പോയതല്ലേ കൊണ്ടേ. കിട്ടിയില്ലേ? എന്നും കിട്ടിയായിരുന്നു. അതും ഞാൻ മുകളിലേക്ക് വന്നാണ് മീൻ എന്നിട്ട് ആ സമയത്ത് അയാള് ബോബിനെ ഹെൽപ്പ് ചെയ്യായിരുന്നു നമുക്ക് പിടിക്കാൻ പറ്റില്ല എന്റെ കട്ട് ചെയ്തോ? നമുക്ക് ആ മീൻ കിട്ടിയില്ലെങ്കിൽ എല്ലാവർക്കും വിഷമമായി. നമ്മുടെ ഭാഗ്യം അല്ല അയാൾ പറഞ്ഞു കിട്ടില്ല. എല്ലാത്തിനും 14 നമ്പർ ഇട്ടിട്ടുള്ള മീൻ ആ മീന് അപ്പോൾ ഈ ബോട്ടിൽ പോയവർക്കൊക്കെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ മീനെ പിടിക്കുമ്പോഴും അവർ സ്റ്റാപ്ലർ വെച്ചിട്ട് ഈ മീനുമൊക്കെ ആ നമ്പർ അടിക്കും. പിന്നെ അവർക്ക് കൊടുത്തിരിക്കുന്ന ചാക്കുമ്പോഴും ആ നമ്പറുണ്ട്. എന്നിട്ട് ഈ മീനിനെ അവർ സൈഡിൽ കൂട്ടിയിട്ടിട്ട് ലാസ്റ്റ് പോകാൻ നേരത്ത് ഈ നമ്പർ നോക്കിയിട്ട് അവർ ആ ചാക്കിലേക്ക് ഇടുകയാണ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പർ 14 ചൂണ്ടയിൽ കൊരുത്താൻ വേണ്ടി ഉപയോഗിച്ച ചാള ബാക്കി വന്നത് കുറച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ രാത്രി 11 മണി നേരത്താണ് ഈ മീൻ നന്നാക്കലേ. നിന്ന് നന്നാക്കി വയ്യാതായപ്പോൾ ഞാനൊരു കസാര ഇട്ടിരുന്നിട്ടായി പിന്നെ നന്നാക്കൽ. പിന്നെ ഞാൻ നന്നാക്കി എല്ലാം മസാല തേച്ച് വെച്ച് ഞായറാഴ്ച പള്ളിയിൽ നിന്ന് വന്നിട്ടാണ് ഞാൻ ഈ മീൻ വറുത്തത്. അയിലയിൽ നിന്ന് കുറച്ച് പല്ലിമീൻ കിട്ടി. മീൻ വറുത്തത് ചാളയൊക്കെ വറുത്തത് അടിപൊളി ടേസ്റ്റായിരുന്നു. കാരണം സീന്ന് പിടിച്ചിട്ട് നമ്മൾ അങ്ങനെ ഫ്രീസറിൽ ഒന്നും വെക്കാതെ വറക്കുമല്ലേ. പിന്നെ സീബാസ് ഞങ്ങൾ സൺഡേ ഈവനിങ് ആണ് കേട്ടോ ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്തു. കറിയും വെച്ചു, മുളകിട്ട കറി വെച്ചു, കോൽപ്പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. Hope you guys enjoyed my video. Bye.